വാർത്തകളിലേക്ക് വിശദമായി പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ മേഖലയ്ക്ക് സമീപം ജനവാസ മേഖലയിലും മണ്ണിടിച്ചിൽ. സമീപ പ്രദേശത്തെ വീടുകളിലേക്ക് മണ്ണിടിഞ്ഞ് മുറ്റം വരെ എത്തി. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. മുബഷീർ, ആ പ്രദേശത്താകെ ഒരു ഭീകരാന്തരീക്ഷമുണ്ടോ? ഇപ്പോൾ നേരത്തെ മണ്ണിടിഞ്ഞ സ്ഥലത്ത് വീടുകളില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ ജനവാസ മേഖലയിലും ഈ ഒരു സാഹചര്യമുണ്ടോ? മാധു, ജനവാസ മേഖലയിൽ വലിയ ആശങ്ക തുടരുകയാണ്. ഈ മണ്ണിടിച്ചിലുണ്ടായ മേഖലയ്ക്ക് തൊട്ടപ്പുറത്ത് 100 മീറ്റർ അകലത്തിലൊക്കെ തന്നെയുള്ള വീടുകൾക്ക് വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്, മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മണ്ണിടിച്ചിലുണ്ടായ മേഖലയ്ക്ക് തൊട്ടപ്പുറത്തുള്ള പാതയുടെ മുകൾ ഭാഗം, ഈ ജനവാസ മേഖലയിലൂടെ കടന്നു വന്നിട്ടുള്ള മുകൾ ഭാഗം, ഇങ്കൽ സിറ്റി എന്ന് പറയുന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നതിന്റെ മേഖലയിലാണ്. ഇവിടെ ഏകദേശം 50 ഏക്കറിലധികം വരുന്ന ഭൂമിയിലാണ് ഇവർ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയിരുന്നത്. ഈ നിർമ്മാണ പ്രവർത്തനത്തെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസമായി മഴയുടെ കൂടെ തന്നെ ചെളിവെള്ളം ഈ സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് ഒലിച്ചിറങ്ങിയിരുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ അശാസ്ത്രീയമായുള്ള നിർമ്മാണമാണെന്ന് നാട്ടുകാർ ആദ്യഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അശാസ്ത്രീയമായുള്ള നിർമ്മാണം ഉൾപ്പെടെ മണ്ണിടിച്ചിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കാണേണ്ടത്. നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതായത് ഈ ഇങ്കൽ സിറ്റിയിൽ നിർമ്മാണം മൂലം നിങ്ങളുടെ വീടുകളിലേക്ക് ചെളിവെള്ളം വന്നിരുന്നില്ല, എത്ര ദിവസമായിട്ട് ഈ പ്രയാസമുണ്ട്? നമ്മുടെ താഴെ വീടുകളിലേക്ക് ഏകദേശം മഴ പെയ്തുള്ള അവസ്ഥ ഇതാണ്. ഇവിടെ നിന്നുള്ള ചെളിയും വെള്ളം കംപ്ലീറ്റ് നമ്മൾ ഈ താഴെ വീട്, അതേപോലെ തന്നെ കൈനോട് പറഞ്ഞ സ്ഥലം, കൈനോട് നമ്മൾ ആചാരപ്പള്ളി ആ ഭാഗത്തുള്ള വീടുകൾ കംപ്ലീറ്റ് കഴിഞ്ഞ ദിവസം വീടൊക്കെ മണ്ണിടിച്ച് ചളി വെള്ളമാണ്. ഇതിപ്പോ ഇങ്കൽ സിറ്റിയുടെ സോളാറിന് വേണ്ടി നിർമ്മിക്കുന്ന സ്ഥലം അല്ലേ? ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന മണ്ണും ചളിയും മൊത്തമായിട്ട് ഇതിൽ ഇറങ്ങിയിട്ട് ഡ്രെയിനേജ് അടിയണ വിഷയമാണ് മെയിനായിട്ട് വരുന്നത്. ഇപ്പോൾ താഴെ ഭാഗത്തൊക്കെ വീട്ടിലേക്ക് വെള്ളം വരിക എന്ന് പറഞ്ഞത് ഡ്രെയിനേജിൽ മണ്ണ് ഇവിടുന്ന് വരുന്ന മണ്ണും കാര്യങ്ങളും അതിൽ വന്നിട്ട് അടിഞ്ഞിട്ടാണ് ഇതായിട്ടത്. പറഞ്ഞിട്ട് നേരെ വീട്ടിൽ കയറിയാണ്. തൊട്ട് താഴത്തൊരു വീടിന്റെ അടുത്ത് വരെ മണ്ണിടിച്ച് വന്നിട്ടുണ്ടല്ലോ, അത് നമ്മളെ മണ്ണിടിച്ചിലുണ്ടായതിന്റെ പിന്നാലെ ഉണ്ടായത് തോന്നുന്നത്? അതെ അതെ, അതൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഇവിടെ ഈ മേഖലയിൽ ഇങ്ങനെ മണ്ണെടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് തോന്നുന്നല്ലേ? താഴേക്ക് മണ്ണിടിയാനുള്ള സാധ്യത ചളി വെള്ളം താഴെ വീട്ടിൽ കംപ്ലീറ്റ് കയറാണ്. പരാതി കൊടുത്തിട്ടുണ്ടോ? കാരണം വെച്ചാല് അതായത് മാധു, ഇത് ഈ ഇങ്കൽ സിറ്റി എന്ന് പറയുന്ന മേഖലയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന പ്രദേശം ഇവിടെ കണ്ടോ, വെള്ളം കുത്തി ഒലിച്ച് വരുന്നത് കണ്ടോ? ഈ ചെളിവെള്ളമാണ് ഒലിച്ച് തൊട്ട് താഴെയുള്ള വീടുകളിലേക്ക് ഇറങ്ങുന്നത്. ഈ ചെളിവെള്ളത്തിന്റെ കൂടെ മണ്ണ് ഒലിച്ചിറങ്ങുന്ന സാഹചര്യമുണ്ട്. തൊട്ടുപുറത്താണ് നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ മേഖല. മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകുന്നത്. നേരത്തെ നമ്മൾ കണ്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ സ്ക്രീനിന്റെ വലതുഭാഗത്തുള്ളത്. അത് പാണക്കാട് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലമാണ്. അവിടെ പക്ഷേ വീടുകൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിന്റെ ഇടതുഭാഗത്തടക്കം കാണുന്നത് വീടുകൾക്ക് സമീപത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഈ മണ്ണിടിച്ചിൽ ഉണ്ടായതിന് അടുത്ത് 100-200 മീറ്റർ മാത്രം അപ്പുറത്തുള്ള വീടുകൾക്ക് വിള്ളലുണ്ടായി എന്നതാണ് മറ്റൊരു പേടിപ്പെടുത്തുന്ന സാഹചര്യം. വെള്ളം വരുന്നുണ്ട്. ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്ത് നിന്ന് മുകളിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇൻകലിനടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്ത് നിന്ന് വീടുകളിലേക്ക് ചെളിവെള്ളം ഇരച്ചെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീടുകൾക്ക് വിള്ളൽ ഉണ്ടായിരിക്കുന്നു. ജനവാസ മേഖലയിലും നേരിയ തോതിലുള്ള മണ്ണിടിച്ചിലുകൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു സാഹചര്യം. പാണക്കാട് മണ്ണിടിഞ്ഞ കുന്നിന്റെ മുകൾ ഭാഗത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ ചില വീടുകളുണ്ട്. മുബഷീർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. മുബഷീർ, നാട്ടുകാർ പറയുന്നത് എന്താണ്? വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുൾപ്പെടെ മണ്ണിടിച്ചിൽ കാരണമായ നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട്. ശബ്ദം വളരെ കൃത്യമായി കേൾക്കാൻ കഴിയുന്നില്ല. നമുക്ക് മുബഷീറിലേക്ക് തിരികെ വരികയും ചെയ്യാം.